ഇമോഷണൽ ഡ്രാമ ചെയ്യണ ആള് റിച്ചാർഡാ. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കും. ഇവനെ ഇടയ്ക്ക് ഇവനോട് റോണിത്തിനോടൊക്കെ പറഞ്ഞേക്കാറുണ്ട്, എടാ അങ്ങനെയല്ല പറയണ്ടേ, നീ കുറച്ചും കൂടി ഇങ്ങനെ രീതിയും പറയണം, എന്നാലേ പപ്പയും മമ്മിക്ക് അത് ശരിക്കും കേറുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ. ആരാ തോന്നിയേക്കണേ ഏറ്റവും കൂടുതൽ സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ആരാണ് ഈ വീട്ടില് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? റോണിത്ത്. അവൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന സീക്രട്ടുകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ലെറ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ ആരാല്ലേ ലവ് ലെറ്റർ ഒക്കെ ഒരാളെ ലോകത്ത് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? അങ്ങനെയല്ല, ഇപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫാമിലിയാണ് നമുക്കുള്ളൂ. ഒന്ന് ഷോക്കായി ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എല്ലാം കഴിഞ്ഞ അവസാനം പപ്പ പറഞ്ഞ പോലെ എല്ലാരും ഒരുമിച്ച് വരുമ്പോഴാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു ലവ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? ഓ ഭയങ്കര ഡീപ്പാണ് കേട്ടോ. നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ഒരു പേടിയുണ്ട്, മോളെ അടങ്ങി നടക്കണം, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ചെയ്യരുത്. ഒരു കൂടിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴല്ലോ എന്റെ ആ കൂടെന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് കംപ്ലീറ്റ്ലി പോയി. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മളൊരു ട്രാവലൊക്കെ പോകുമല്ലോ. അപ്പൊ എന്റെ സത്യം പറഞ്ഞ ജീൻസ് ഇല്ല. അപ്പൊ പ്രോമി പോയി എനിക്ക് അന്ന് തന്നെ എനിക്ക് ജീൻസ് വാങ്ങി തന്നു എന്നുള്ളതാ. ഓക്കേ.